മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് ഒരു യാത്ര നടത്തി. ആ ഡൽഹി യാത്രയിൽ എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് വന്നിട്ടുണ്ട്, ഫേസ്ബുക്ക് കുറിപ്പ്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഒന്നും മനസ്സിലാക്കാനുള്ള ഒരു ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ട്, മറ്റൊന്ന് നിതിൻ ഗഡ്കരിയുമായിട്ട്, മറ്റൊന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായിട്ട്, മറ്റൊന്ന് JP നദ്ദയുമായിട്ട് ഇങ്ങനെയാണ് കൂടിക്കാഴ്ച നടത്തി. ഇത്രയും വലിയ മന്ത്രിമാരെ, ക്യാബിനറ്റ് മന്ത്രിമാരെയൊക്കെ ഒറ്റ ദിവസം തന്നെ കണ്ട് കാഴ്ച നടത്തി കേരളത്തിൻ്റെ വിഷയങ്ങൾ സംസാരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണോ വിജയൻ്റെ യാത്ര എന്നുള്ളതൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. ഇത്ര പെട്ടെന്ന് കേരളത്തിൻ്റെ ഈ ആവശ്യങ്ങളുമായി ഓടി ഡൽഹിയിൽ ചെന്ന് കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണോ പിണറായി വിജയൻ ഇവിടെ നിന്ന് പോയത് എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ഡൽഹിയിൽ ചെന്ന് ധരിപ്പിച്ച് ഈ പറയുന്ന വിവിധ കേന്ദ്രമന്ത്രിമാരുടെ കൂടിക്കാഴ്ച നടത്തി ഇവിടുത്തെ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച് പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കി വരാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഗോപ, ഈ എന്തെങ്കിലും ഗാർഹിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ആൾക്കാർ ശബരിമല തീർത്ഥാടനം നടത്താറുണ്ട്. വെറുതെ അല്ല, ഇതുപോലല്ല, 41 ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് അവിടെ ചെന്ന് സങ്കടമോചനായിട്ടുള്ള ശാസ്താവിൻ്റെ മുമ്പിൽ ഇതൊക്കെ പറയുകയും അതെല്ലാം അവിടെ അർപ്പിച്ച് അഭിഷേകവും കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ആ സങ്കടങ്ങൾ എല്ലാം ഇരുമുടി ഭാണ്ഡക്കെട്ടുകളായി അവിടെ അർപ്പിച്ചിട്ട് വരുന്നു എന്നൊരു സങ്കല്പം പലതും പരിഹരിക്കപ്പെട്ടതായിട്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വിശ്വാസം. എന്തായാലും പിണറായി വിജയൻ ഇപ്പോൾ ഡൽഹിയിൽ പോയി ഒരൊറ്റ അട്ടിക്ക് ഒരു 6 അടിക്കുന്ന പോലെ 6 മന്ത്രിമാരെയും മറ്റും ഒരുമിച്ച് കാണും. അതും പ്രധാനമന്ത്രി ഉൾപ്പെടെ. അദ്ദേഹം ഈജിപ്തിലേക്ക് പുറപ്പെടാൻ, ഇപ്പം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റോമിനെ മുംബൈയിൽ വെച്ച് കണ്ടിട്ട് ഇനിയും ഈജിപ്തിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു ഇടവേള, വല്ല തിരക്ക് പിടിച്ച സമയം. ആ സമയത്ത് തന്നെ അദ്ദേഹത്തെയും കാണുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു മിഷനാണ്. ഇതുവരെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ നിന്ന് പോയ ഒരു മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ കാലത്ത് കെ കരുണാകരൻ ഒരു പക്ഷേ കണ്ടിരിക്കാം. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു മന്ത്രിമാരെല്ലാം, അദ്ദേഹത്തിന് താഴെയായിരുന്നു മന്ത്രിമാർ, ഇന്ദിരാഗാന്ധി ഒഴികെ. അവർ ഏരെ വേണമെങ്കിലും പോയി കണ്ടു കഴിഞ്ഞാൽ അവിടെ വിളിച്ച് പറഞ്ഞാൽ മതി, ഫോണൊന്നെടുത്ത് പറഞ്ഞാൽ അവിടെ ചെല്ലാം. കാരണം കിങ് മേക്കർ ആയിരുന്നല്ലോ അദ്ദേഹം. ഇത് പിണറായി വിജയൻ എന്തായാലും BJP മന്ത്രിസഭയുടെ കിങ് മേക്കറാണ്. ഇല്ല, പക്ഷേ ഇദ്ദേഹത്തിന് പോകേണ്ടി വന്നു. സാധാരണഗതിയിൽ കേന്ദ്രത്തോട് എന്തെങ്കിലും എതിർപ്പുണ്ടാകുമ്പോൾ ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഒന്ന് തന്നെയാണല്ലോ, ഒരു പക്ഷം തന്നെയാണല്ലോ ഇന്ത്യ മുന്നണിയുടെ ഭാഗം. അവരെല്ലാം കൂടി ഏകപക്ഷീയമായിട്ടൊരു പ്രമേയം അങ്ങ് പാസ്സാക്കി അയക്കുക. വഖഫ് ബില്ലിനെതിരെ അങ്ങനെ ആയിരുന്നു. ഈയിടെ ഒരെണ്ണം പാസ്സാക്കിയല്ലോ, ഇപ്പൊ കണക്കില്ല, അതിന് ഡസൻ കണക്കിനായി ഏകപക്ഷീയ പ്രമേയങ്ങളാണ് കേന്ദ്രത്തിനെതിരെ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയൊക്കെ വിട്ടിട്ട് ഇപ്പം നേരിട്ട് പോയി കാണുക. നമ്മളിത് ആലോചിക്കുമ്പോൾ അല്പം ഒന്ന് സമീപകാല ചരിത്രത്തിലേക്ക് പോവാം. പണ്ട് ഇദ്ദേഹത്തിന്റെ മകൾ വീണ വിജയൻ വലിയ ഗുരുതരമായിട്ടുള്ള കമ്പനി ഫ്രോഡ്, വലിയൊരു ഫ്രോഡിൽപ്പെട്ടു. ഫ്രോഡ് തന്നെയാണ്, അതുകൊണ്ടാണല്ലോ കമ്പനി ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. അവര് വന്ന് അന്വേഷിച്ച സമയത്ത് ഇദ്ദേഹം നേരെ പോയി ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനെ പോയി കണ്ടു. അതും എങ്ങനെ? ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ്. ഇദ്ദേഹം വലിയ കാറിൽ 40 കാറിൻ്റെ അകമ്പടിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വലിയ കാറ്, എൻ്റെ ബ്രാൻഡ് പേര് പോലും എനിക്കറിയത്തില്ല, ഇന്നോവ തന്നെ, ഇന്നോവയുടെ ഒരു വിഭാഗം, കറുത്ത കാറിൽ കയറി ഇങ്ങനെ ആഡംബരപൂർവ്വം പോയി. പാവം ധനമന്ത്രി, ലോകത്തിലെ 3ാം ശക്തിയുടെ ധനമന്ത്രിയാണ്, അവരൊരു ചെറിയ കാറിൽ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പോലെ, അതെനിക്ക് തോന്നുന്നത് എന്താ ഹ്യുണ്ടായി i10 മറ്റോ ഇതുപോലത്തെ കാറിൽ നിരാഡംബരയായിട്ട് അവരവിടെ ചെന്നു. അപ്പൊ KV തോമസ് ആണ് ഇതെല്ലാം ഒപ്പിച്ചു കൊടുക്കുന്ന മാമൻ. ഞാൻ നേരത്തെ പറഞ്ഞത് മറ്റൊരു ചർച്ച, ക്യാബിനറ്റ് റാങ്കോട് കൂടി വിലസുകയാണ് അവിടെ. നല്ല ശമ്പളവും നല്ല സ്വാധീനവും ഒക്കെ പെടുത്തുന്നുണ്ട്. തിരുതാക്കറിയൊക്കെ വിളമ്പുന്നുണ്ടോന്ന് അറിയില്ല ഓരോ മീറ്റിങ്ങിലും. എന്തായാലും അവരെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. ഇദ്ദേഹം തന്നെ ആയിരിക്കും അപ്പോയിന്റ്മെന്റ്സ് സംഘടിപ്പിച്ചു കൊടുത്ത് ഇദ്ദേഹം തന്നെ. എന്തായാലും നേരത്തെ ഇരുന്ന് സമ്പത്തായിരുന്നു, അതിനേക്കാൾ കഴിവുള്ളവനാണ് നയതന്ത്രത്തിൽ താനും ഇദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്.
ആയിക്കോട്ടെ, തിരുതാ ഡിപ്ലോമസി ആണോന്നൊന്നും നമുക്കറിയത്തില്ല, എന്തും ആയിക്കോട്ടെ. എന്തായാലും നിർമ്മലാ സീതാരാമൻ അന്ന് കഴിച്ചത് പുട്ടും കടലക്കറി. ആ ഇൻഫർമേഷൻ തന്നത് KV തോമസ് തന്നെയാണ്. അപ്പോൾ പുട്ടും കടലും കറിയുടെയും ഒക്കെ ഒരുമിച്ചിരുന്നുകൊണ്ട് ഇവര് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വയനാട് പാക്കേജ് 200 രൂപ ഇങ്ങോട്ട് കിട്ടിയത്. 200 രൂപ കഴിഞ്ഞ ദിവസം വന്നു. അപ്പോഴും കേരളം അതിശക്തമായിട്ട് മന്ത്രിമാർക്കെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ ആക്ഷേപം. കണ്ടോ ഇവർ തന്നത് കേന്ദ്രം കേരള വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ ആ വിരുദ്ധമായിട്ടിരിക്കുന്ന കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിനു മുമ്പ് അദ്ദേഹം പോകുന്നതിന് മുമ്പേ മരുമോൻ അവിടെ ചെന്നൊരു ഡിപ്ലോമസി നടത്തി. അവിടുത്തെ ഗജേന്ദ്ര സിംഗ് ഷെയ്ഖാവത്ത് എന്ന് പറയുന്ന ടൂറിസ്റ്റ് വിനോദസഞ്ചാര മന്ത്രിയെ പോയി കാണുകയും കേരളത്തിൽ വരാൻ പോകുന്ന ഒരു വിനോദസഞ്ചാര മേള ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുകയും ചെയ്തു. സാധാരണഗതി BJP RSS ഒന്നും അവർ അടുപ്പിക്കാറില്ല, സ്വന്തമായിട്ട് അത് നടത്തുക. അപ്പോൾ ഒരു സോപ്പിടൽ നടന്നു മുന്നോടിയായിട്ട്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ടാണ് പിണറായി വിജയൻ പോകുന്നത്. നിതിൻ ഗഡ്കരി പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബ സുഹൃത്താണ്, രാഷ്ട്രീയത്തിനപ്പുറമുള്ളൊരു ബന്ധമുണ്ട്. പിണറായി വിജയൻ എന്തു പറഞ്ഞാലും അത് ചെയ്തു കൊടുക്കുകയും ചെയ്തു. കേരളത്തിന് അത് നേട്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ റോഡ് സംവിധാനം ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം കേന്ദ്ര ഗതാഗത മന്ത്രി കൂടിയാണല്ലോ. അദ്ദേഹത്തിന്റെ വീട്ടിനെ സന്ദർശിക്കുന്ന വ്യക്തിപരമായ ബന്ധം രാഷ്ട്രീയത്തിൽ അതൊക്കെ ആകണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം, വ്യത്യസ്ത രാഷ്ട്രീയം ഉണ്ടാക്കേണ്ട, വെറുപ്പ് രാഷ്ട്രീയം ഉണ്ടാകേണ്ട ആവശ്യം. വെറുപ്പിന്റെ രാഷ്ട്രീയം അതാണ് ഇവർ ആദ്യത്തെ ഗവർണറോട് കാണിച്ചത്. അതായത് ഇതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഗവർണറോട് കാണിച്ചത്. ഇപ്പോൾ ആ വെറുപ്പിന്റെ രാഷ്ട്രീയം മാറി. ആശയതലത്തിൽ ഭിന്നതയുണ്ടെങ്കിലും വെറുപ്പിന്റെ രാഷ്ട്രീയമില്ല. ആ ഐക്യമാണ് വേണ്ടത്. ആ ഐക്യമാണ് നമുക്ക് വേണ്ടത്. ഇതില്ലായിരുന്നു. ഇപ്പോൾ ഇവരെയൊക്കെ കാണാൻ പോകുന്നുണ്ട്. അമിത്ഷായെ കണ്ടിരിക്കുന്നു. അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനു വേണ്ടിയാണ് അമിത്ഷായെ കണ്ടിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള അമിത്ഷായെ കണ്ടിരിക്കുന്നു. അതിന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയെക്കുറിച്ച് പറയുന്നു, തീരദേശ സുരക്ഷയെക്കുറിച്ച് പറയുന്നു, സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുന്നു. ഇതൊക്കെയാണോ സംഭവിക്കുക പറയുന്നത്? അതിന് ചർച്ച നടത്തേണ്ട ആവശ്യം ഒരു കത്തിട്ടാ പോരെ. ഇവിടെ ഇപ്പോൾ അതിനപ്പുറം എന്തോ സംഭവിക്കുന്നുണ്ട്. കേന്ദ്ര ചാണക്യനും രാഷ്ട്രീയ ചാണക്യനുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന ശബരിമലയിലെ സ്വർണ്ണപ്പാളി പോയി, അത് മറിച്ചു വിറ്റു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. അമ്പു കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറയുന്നത് പോലെ മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും, ദേവസ്വം ബോർഡ് മന്ത്രിമാരെല്ലാം കളങ്കിതരാണ്, ദേവസ്വം ബോർഡിലെ എല്ലാവരും കളങ്കിതരാണ്. അവർ മറിച്ചു വിറ്റു എന്ന് പറഞ്ഞാൽ ശബരിമലയെ തകർത്തു. സ്ത്രീ പ്രവേശനം കൊണ്ട് ഉണ്ടാവുന്ന തകർച്ചയേക്കാൾ വലിയ ഒരു തകർച്ചയാണ് ശബരിമല. 1953 ശബരിമലയ്ക്ക് തീവച്ച് അവിടുത്തെ ബിംബത്തെ കഴുത്ത് വെട്ടി മുറിച്ചതിന് ശേഷം നടക്കുന്ന, ഞാൻ ആധികാരികമായിട്ടും ഉത്തരവാദിത്തമായിട്ടും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നത്, 1953 കാഞ്ഞിരപ്പള്ളിയിലെ റബ്ബർ എസ്റ്റേറ്റ് മുതലാളിമാർ അവിടെ വന്ന് കന്മഴ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ കൽപ്രതിമയുടെ കഴുത്ത് വെട്ടി ഇട്ടതുപോലെ ക്രൂരമായൊരു പ്രവൃത്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഏജന്റ് ശബരിമലയിൽ ഇപ്പോൾ കാട്ടിയത്. അവിടുത്തെ വാതിൽപ്പാളികൾ പിഴുതുകൊണ്ടുപോയി, അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ പിഴുതുകൊണ്ടുപോയി പലരെയും കാണിച്ചു പൂജിച്ചു. ഇത് മാത്രമല്ല, ഇതിങ്ങ് വിലയ്ക്ക് തരുമോ എന്ന് ഒരുത്തൻ ചോദിച്ചപ്പോൾ അത് മറിച്ചു വിറ്റു കോടികളുണ്ടാക്കി. ഈ കോടികൾ എവിടെ പോയി? ഉത്തരവ് ഇന്നുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ആ കാര്യത്തിൽ എന്തോ ഗുരുതരമായിട്ടുള്ള നടപടി കേന്ദ്രം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അമിത്ഷാ ശബരിമല അയ്യപ്പൻ കാണുന്ന പോലെ തന്നെ കാണുന്നുണ്ട് അദ്ദേഹം ഇതെല്ലാം. CBI അന്വേഷണം നടത്താതിരിക്കാനും ഒപ്പം തന്നെ കേന്ദ്ര അതാണ് CBI അന്വേഷണം, അതായത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഒഴിവാക്കാനും. അതിന് പകരം അമിത്ഷാ എന്തെങ്കിലും വിലയ്ക്ക് വാങ്ങിക്കും, തീർച്ചയായിട്ടും വാങ്ങിക്കും. രാഷ്ട്രീയ ചാണകനാണല്ലോ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ബാർഗൈനിങ് എന്തായാലും നടക്കുമല്ലോ. അപ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലേ എന്നുള്ളതാണ് സംശയം. തീർച്ചയായിട്ടും സംശയിക്കണം. സംശയിക്കുന്നവരെ എനിക്കറിയില്ല ഉണ്ടോ ഇല്ലയോ, പക്ഷേ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പൊ ഈ യാത്ര. അതെ ഈ എപ്പോഴും പിണറായി വിജയന്റെ ഡൽഹി യാത്രകൾ നമുക്ക് എപ്പോഴും ദുരൂഹമാണ്, നിഗൂഢമാണ്. അതെ, ആ നിഗൂഢമായിട്ടുള്ള യാത്രയുടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുൻപ് ഈ ഏകദേശം 39 പ്രാവശ്യമെങ്കിലും ലാവ്ലിൻ കേസ് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് പലവട്ടം വരുമ്പോഴും ആ കേസ് മാറ്റിവെക്കപ്പെടുന്നതല്ലാതെ ഒരിക്കലും ഇദ്ദേഹത്തിലേക്ക് എത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. ജസ്റ്റിസ് ഗവായി, ഇപ്പോഴത്തെ ഗവായി അല്ല, ആ ഗവായിയാണ് ഈ കേസ് ഫയലിൽ സ്വീകരിച്ചത്. അതെ അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലമാകാതെ പോയി. ഇന്നും ഈ അദ്ദേഹത്തിന്റെ മകൻ ഗവായി വന്നിട്ട് പോലും നടക്കുന്നില്ല. അങ്ങനെയുള്ള കേസുകളൊക്കെ മാറ്റിവെക്കാൻ കേന്ദ്രത്തോട് ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നുണ്ട്. അവിടെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നുണ്ട്. തദ്ദേശ ആളുകൾ പറഞ്ഞ് ഇതുവരെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇതിന്റെ ടൈമിംഗ്
സംശയാസ്പദമാണ്. അതായത് ഈ പറഞ്ഞ പോലെ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യുക, ബി ജെ പിയെ സഹായിക്കാൻ കഴിയുന്ന മേഖലകളിൽ സഹായിക്കുക, അഡ്ജസ്റ്റ്മെന്റ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ചില സീറ്റുകൾ വിട്ടുകൊടുക്കുക, ചിലപ്പോൾ തൃശ്ശൂർ അടക്കമുള്ള മേയർ സ്ഥാനാർത്ഥിയെ പോലും വിജയിപ്പിച്ചെടുക്കുവാനുള്ള തരത്തിലേക്ക് എത്തപ്പെടാം ബി ജെ പിക്ക്. എന്നിട്ടും ഗോപ, കേരളത്തിലെ ഈ കോൺഗ്രസ് ഇങ്ങനൊരു ആംഗിൾ അവന് കാണുന്നില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ട് രാഷ്ട്രീയമായിട്ട് അവര് വെറും രാഷ്ട്രീയ പാപ്പരത്വം ഇവർക്ക് കോൺഗ്രസ് ഉണ്ടായിരിക്കുക. കോൺഗ്രസ് ഇനി ഒരു ഉയർച്ച എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. തോൽവിയാണ് പ്രതിപക്ഷം. ഒരു രക്ഷയില്ല, അവർ കയറി വരാനുള്ള സാധ്യത തന്നെ കുറവാണ്. ഇതുപോലുള്ള അവസരങ്ങൾ മുതലാക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ തന്നെ അപ്പൊ ഞാനിതാണ് ഇതുമായിട്ട് മതി. അപ്പൊ വലിയ യാത്രയാണ്. ആഭ്യന്തര സുരക്ഷയെക്കുറിച്ച് പറഞ്ഞു, സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞു, തീരദേശ സുരക്ഷയെക്കുറിച്ച് ആഭ്യന്തരമന്ത്രിയായിട്ട് സംസാരിക്കുന്നു, നിർമ്മലാ സീതാരാമനുമായിട്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുന്നു, ആരോഗ്യമന്ത്രി JP നദ്ദയുമായിട്ട് സംസാരിക്കുന്നു, ഇവിടുത്തെ ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, പിന്നെ നിതിൻ ഗഡ്കരിയുമായിട്ട് 66 റോഡുകളെ കുറിച്ചുള്ള സംവാദം നടത്തുന്നു. ഇതൊക്കെയാണ് നടത്തിയതെന്ന് പറയപ്പെടുമ്പോഴും ഈ യാത്രയ്ക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്, നിഗൂഢമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് മകളടക്കമുള്ളവരുടെ കേസുകൾ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ, CBI അന്വേഷണം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു തടയിടൽ, അതിന് പ്രത്യുപകാരം എന്ന നിലയിൽ വേണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒക്കെ 1, 2, 4 സീറ്റുകളൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റും, അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വിജയൻ്റെ യാത്രയായിരുന്നു ഇത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. റീഡ് ചെയ്യണം, പൊളിറ്റിക്കൽ റീഡിംഗ് നടത്താം.